ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തേതൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയാണ്. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ പ്രത്യേകത ഇത് എല്ലാവർക്കും കഴിക്കാം. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പോലും ഈ ഒരു കേക്ക് കഴിക്കാം. കാരണം ഇതിൽ നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നില്ല, വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല, ഓയിൽ ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ മൈദയും ഉപയോഗിക്കുന്നില്ല. ബീറ്റർ ആവശ്യമില്ല, ഓവൻ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ടുണ്ടാവുമോ? നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം, വീണ്ടും 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 നിങ്ങളിത് ഉണ്ടാക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഉള്ളവർ, മുതിർന്ന ആളുകൾ, വീട്ടിലുള്ളവർ, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കണമെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിലൊന്ന് ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റാഗിപ്പൊടിയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് ഇതിന് മെയിനായിട്ട് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല, ശർക്കരപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 3/4 കപ്പ് ശർക്കര പൊടിച്ചത്, ശർക്കരപ്പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഗോതമ്പ് പൊടിയും റാഗിയും കൊക്കോ പൊടിയും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിച്ചു മാറ്റി വയ്ക്കുക. 2-3 പ്രാവശ്യം, കുറഞ്ഞത് ഒരു 5 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ അത്ര നല്ലത്, കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും അരിക്കുക. എന്നിട്ട് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്ന് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന്, കുറച്ച് ഉയരത്തിൽ ചെറിയൊരു ടൈപ്പിലുള്ള ടിന്നാണ്. അതിലോട്ട് ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് നമ്മുടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോള് പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഒരു മിക്സിയുടെ ജാറിലോട്ട് 3/4 കപ്പ് ശർക്കരപ്പൊടി, 2 മുട്ട വേറൊരു പാത്രത്തിലോട്ട് ഉടച്ചൊഴിച്ചതിന് ശേഷം നല്ലതാണോ എന്ന് നോക്കിയിട്ട് ഒഴിക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പൈനാപ്പിൾ എസൻസുമാണ്. ഞാൻ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും വാനിലയും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടറാണ്, അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പതഞ്ഞ രീതിക്ക് അടിച്ച് കിട്ടുക. അതിനുശേഷം ബട്ടറും കൂടെ ചേർത്തിട്ട്, ബട്ടർ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അടിക്കരുത്, ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഈ പൊടികൾ കുറേശ്ശെ അരിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് കുത്തി ഇളക്കരുത്, ചെറുതായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാറ്റർ തിക്കാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കുത്തി ഇളക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യരുത്, കുറേശ്ശെ നമ്മൾ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബാറ്റർ അപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ഫോൾഡ് ചെയ്ത് റിബൺ പോലെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ഫോൾഡിങ് കൺസിസ്റ്റൻസിയിലോട്ട് വരണം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കണം. ബാറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി ഗാർണിഷിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂസോ ചോക്ലേറ്റ് ചിപ്സോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് കാഷ്യൂസോ എന്താണെന്ന് വെച്ചാൽ ഗാർണിഷിങ്ങിന് വെച്ച് കൊടുത്തതിന് ശേഷം 2-3 തവണ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. അതിനുശേഷം ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്മെല്ല്, ചോക്ലേറ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തൊന്ന് നോക്കുക. ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ.
നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് മൈദ എടുക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം. പക്ഷേ റാഗിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ഷുഗറിനേക്കാൾ നല്ലത് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.